പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ മറികടക്കുക. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നത് ആഘാതകരമായ സംഭവങ്ങൾ അനുഭവിക്കുമ്പോഴോ കാണുമ്പോഴോ ഉള്ള ഒരു പ്രതികരണമാണ്. ഇത് ഓർമ്മകൾ, പേടിസ്വപ്നങ്ങൾ, ഉത്കണ്ഠ, വൈകാരിക മരവിപ്പ് എന്നിവയ്ക്ക് കാരണമാകും. സുഖം പ്രാപിക്കുന്നതിന് പ്രൊഫഷണൽ തെറാപ്പി അത്യന്താപേക്ഷിതമാണെങ്കിലും അദൃശ്യമായ മുറിവുകൾ വഹിക്കുന്നവർക്ക് ബൈബിൾ ആശ്വാസവും രോഗശാന്തിയും ശക്തിയും നൽകുന്നു. ഹൃദയം തകർന്നവർക്ക് ദൈവം സമീപസ്ഥനാണ്. സങ്കീർത്തനം 34:18 പറയുന്നു, കർത്താവ് ഹൃദയം തകർന്നവർക്ക് സമീപസ്ഥനാണ്, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നു. ദൈവം നമ്മുടെ വേദന കാണുന്നുവെന്നും നമ്മുടെ കഷ്ടപ്പാടുകളിൽ നമ്മോടൊപ്പം നടക്കുന്നുവെന്നും ഈ വാഗ്ദാനം നമുക്ക് ഉറപ്പു നൽകുന്നു. രോഗശാന്തിക്കുള്ള ഏറ്റവും ശക്തമായ വഴികളിൽ ഒന്ന് പ്രാർത്ഥനയിൽ നമ്മുടെ വേദന ദൈവത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. സഹായത്തിനായുള്ള അസംസ്കൃതവും സത്യസന്ധവുമായ നിലവിളികൾ സങ്കീർത്തനങ്ങളിൽ നിറഞ്ഞിരിക്കുന്നു. ആഘാതം സഹിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു യോദ്ധാവും രാജാവുമായ ദാവീദ് പലപ്പോഴും തന്റെ ദുരിതങ്ങൾ ദൈവത്തോട് പകർന്നു. സങ്കീർത്തനം 56:8 പറയുന്നു, നീ എന്റെ എല്ലാ ദുഃഖങ്ങളുടെയും കണക്ക് സൂക്ഷിക്കുന്നു. എന്റെ കണ്ണുനീർ എല്ലാം നിന്റെ കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നു. ലോകത്തിന് നൽകാൻ കഴിയാത്ത സമാധാനവും ദൈവം നൽകുന്നു. യോഹന്നാൻ 14:27 യേശു പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ ഹൃദയങ്ങൾ കലങ്ങിപ്പോകരുത്, ഭയപ്പെടുകയും വേണ്ട. ഈ സമാധാനം സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതല്ല, മറിച്ച് ദൈവത്തിന്റെ സാന്നിധ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഒടുവിൽ യെശയ്യാവ് 61:1 പ്രഖ്യാപിക്കുന്നത് മിശിഹ ഹൃദയം തകർന്നവരെ മുറികെട്ടാൻ വന്നതാണെന്നാണ്. ക്രിസ്തുവിലൂടെ ഉള്ളവർക്ക് പുനഃസ്ഥാപനം കണ്ടെത്താൻ കഴിയും, ദൈവത്തിന്റെ സ്നേഹത്തിലും സത്യത്തിലും രോഗശാന്തി കണ്ടെത്തുന്നതിലൂടെ.